നമ്മുടെ സിരകൾ കൂടുതലായിട്ടും തടിച്ച് ചുരുണ്ട് കിടക്കുക, നീല നിറത്തിൽ കാണപ്പെടുക, സ്പൈഡർ വെയിൻസ്, ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോൾ കാല് ഭയങ്കരമായിട്ട് കിഴയുക, കാലിൻ്റെ താഴെ അതായത് ഉപ്പുറ്റി ഭാഗത്തും അതേപോലെ കനങ്കാലിൻ്റെ അവിടെയൊക്കെ സാരമായിട്ട് തന്നെ പുകച്ചിലും എരിച്ചിലും അനുഭവപ്പെടുക, കിടക്കാൻ നേരവും കാല് ഭയങ്കര വീക്കായിട്ട് തോന്നിക്കുക, കുറേ നേരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലർക്ക് ലേഡീസിലാണെങ്കിൽ അത് ആഫ്റ്റർ ഡെലിവറി, അതായത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് മാത്രം വന്നവർ, തീർച്ചയായിട്ടും ഇത് വാരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളാണ്. ചില എക്സസൈസുകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. വാരിക്കോസ് വെയിൻ്റെ ആ രക്തയോട്ടം കെട്ടി നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഡയബറ്റിസ്, പ്രമേഹം, അതേപോലെ BP, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇതും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വർദ്ധിക്കും. മരണത്തിന് കാരണമായേക്കാവുന്ന ഒന്നാണ് ഈ DVT എന്ന് പറയുന്നത്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. വൈറ്റമിൻ K അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ, വാരിക്കോസ് വെയിൻ ഇംപ്രൂവൈസ് ചെയ്യാനും രക്തയോട്ടം ഇംപ്രൂവ് ആക്കാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. വാരിക്കോസ് വെയിൻ അതായത് നമ്മുടെ സിരകൾ കൂടുതലായിട്ടും തടിച്ച് ചുരുണ്ട് കിടക്കുക, നീല നിറത്തിൽ കാണപ്പെടുക, സ്പൈഡർ വെയിൻസ്, ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോൾ കാല് ഭയങ്കരമായിട്ട് കിഴയുക, കാലിൻ്റെ താഴെ അതായത് ഉപ്പുറ്റി ഭാഗത്തും അതേപോലെ കനങ്കാലിൻ്റെ അവിടെയൊക്കെ സാരമായിട്ട് തന്നെ പുകച്ചിലും എരിച്ചിലും അനുഭവപ്പെടുക, കാല് കുഴച്ചിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുക, രാത്രി കിടക്കാൻ നേരവും കാല് ഭയങ്കര വീക്കായിട്ട് തോന്നിക്കുക, കുറേ നേരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലർക്ക് ലേഡീസിലാണെങ്കിൽ അത് ആഫ്റ്റർ ഡെലിവറി, അതായത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് മാത്രം വന്നവർ, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും? എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ രക്തയോട്ടം കൂട്ടാനായിട്ട്, സിരകളിലെ രക്തയോട്ടം അല്ലെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാനായിട്ട് ചെയ്യേണ്ടത്? ചില എക്സസൈസുകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. വെയിൻസ് എന്ന് പറയുന്നത് സിരകളാണ്. അത് നമ്മുടെ ഹാർട്ടിൽ, അതായത് ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്നതാണ്. ചീത്ത ബ്ലഡ് എന്ന് പറയും, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത രക്തത്തിനെ നമ്മുടെ ഹൃദയത്തിലോട്ട് എത്തിക്കുന്ന ജോലിയാണ് സിരകൾ എന്ന് പറയുന്ന ഈ വെയിൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ കാലിൻ്റെ ഭാഗത്തിൽ നിന്നും സിരകൾ മുകളിലോട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ എന്തൊരു വസ്തുവും അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഗ്രാവിറ്റി പൊസിഷനിലോട്ട്, മുകളിൽ നിന്നും താഴോട്ടാണ് പോകുന്നത്. എന്നാൽ കാലിൽ നിന്നുമുള്ള ഈ ഒരു വെയിൻസിൽ മാത്രം സിരകൾ നമ്മുടെ രക്തയോട്ടം പോകുന്നത് നമ്മുടെ ഈ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഫ്ലോ എന്ന് പറയും. നോർമൽ ഫ്ലോയിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് മുകളിലോട്ടാണ് പമ്പ് ചെയ്ത് വരുന്നത്. ഈ വെയിൻസുകളിലെല്ലാം, സിരകളിലെല്ലാം തന്നെ വാൽവുകളുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ കാലിൽ നിന്നും രക്തം, അതായത് ഓക്സിജൻ ഇല്ലാത്ത ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ചീത്ത രക്തത്തിനെ മുകളിലോട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ രക്തം പുറകിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ വേ പാത്താണ്, അതായത് ഒരു സൈഡ് മാത്രമേ അതിൻ്റെ ഫ്ലോ അനുവദിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു സിരകളാണ് നമ്മുടെ കാലിലുള്ളത്. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ജോലിയിലുള്ളവർ, ഇപ്പോൾ ചായക്കടയിലാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവർ, അങ്ങനെ അല്ലെങ്കിൽ ബസ് കണ്ടക്ടേഴ്സ്, ടീച്ചേഴ്സ്, തുണിക്കടകളിലൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർ, ഒരുപാട് നേരം, അതായത് 4 മണിക്കൂർ 5 മണിക്കൂർ സ്ഥിരമായിട്ട് നിൽക്കേണ്ട അവസ്ഥയിലുള്ളവർ, ഇങ്ങനെയുള്ളവരിലാണ് ഈ വാരിക്കോസ് വെയിനിൻ്റെ ഒരു കംപ്ലയിൻസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രഗ്നൻസിയോടനുബന്ധിച്ച്, ഒന്നെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയോടനുബന്ധിച്ച് അമിതമായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. ഇനി അതിൻ്റെ കൂടെ തന്നെ അവർ വീട്ടുജോലികൾ കൂടുതൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഒട്ടുമിക്ക വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വീട്ടുജോലി കൂടുതലായിട്ടും ചെയ്യുന്നത് അതൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം വീട്ടുജോലിയിൽ കൂടുതലായിട്ടും നിന്നുള്ള ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നേരം നിൽക്കുന്ന ആവശ്യം വരുന്നത് കൊണ്ട് തന്നെ ഇവരിലും കൂടുതലായിട്ട് ഈ വാരിക്കോസ് വെയിൻ, അതായത് സ്പൈഡർ വെയിൻസ് ആയിക്കോട്ടെ, അതുപോലെ ഞരമ്പുകൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്, തടിച്ച് നീല കളറിൽ കാണുന്നത് സ്ത്രീകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ ഈ പ്രഗ്നൻസിയോടനുബന്ധിച്ച് തന്നെ പൈൽസിൻ്റെ കംപ്ലയിൻസ് കണ്ടുവരുന്നുണ്ട്. ഈ വാരിക്കോസിൻ്റെയും പൈൽസും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഏനസ് ഭാഗത്ത് അവിടെയുള്ള മലദ്വാരത്തിൻ്റെ അവിടെയുള്ള സിരകൾ തടിച്ച് ചുരുണ്ട് കിടക്കുന്ന അവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കാലിൽ നടക്കുന്ന സെയിം പ്രക്രിയ തന്നെ, എന്നാൽ അത് മലദ്വാരത്തിൽ നടക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ പൈൽസ് എന്ന് പറയുന്നു. രക്തയോട്ടം പ്രോപ്പർ അല്ലാതെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വരുന്നതാണ്. സ്ഥിരമായിട്ട് നിൽക്കുന്ന ജോലിയിലുള്ളവരായിക്കോട്ടെ, അതേപോലെ തന്നെ ഒരേ ഇരുത്തത്തിൽ ഓഫീസ് ജോബ് ഉള്ളവർ, അതായത് കൂടുതൽ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ വരുന്നത്,
അതാണ് മെയിനായിട്ട് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ രക്തം കെട്ടിക്കിടക്കാനായിട്ട് പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ദിവസവും വാക്കിംഗ് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു കംപ്ലൈൻറ്റ് പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വരാതിരിക്കാൻ നല്ലതാണ്. ഇനി ഇത് വന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്സസൈസുകളാണ് ചെയ്യാൻ പറ്റുക ഈ വെരിക്കോസ് വെയിന് മാറാനായിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വേദനയുള്ള സമയത്ത് അവർ കാല് ജസ്റ്റ് ഒരു സ്റ്റൂളിന് മുകളിൽ കയറ്റി വയ്ക്കും. അപ്പം അങ്ങനെ വെച്ചത് കൊണ്ട് ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷനിൽ നിന്നും ഒരു പടി മുകളിലായിരിക്കണം കാലിൻ്റെ പൊസിഷൻ. ആ രീതിയിലാണ് എന്നുണ്ടെങ്കിലാണ് ഈ വെരിക്കോസ് വെയിനിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ആ വേദന കുറയാനായിട്ടുള്ള സാധ്യതകൾ. അപ്പോൾ വേദന വരുമ്പോൾ കാല് നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്നും കാല് ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ കയറ്റി വെച്ചത് കൊണ്ടായില്ല. നമ്മളിപ്പോൾ കിടക്കാൻ നേരം എപ്പോഴും തലയുടെ ആ ഒരു ഹാർട്ട് പൊസിഷനേക്കാളും കാലിൻ്റെ ഭാഗം 2-3 പില്ലോസ് തലയണ വയ്ക്കാം. എന്നിട്ട് അങ്ങനെ കാല് കുറച്ചുകൂടെ മുകളിലാക്കത്തക്ക രീതിയിൽ വേണം കിടക്കാനായിട്ട്. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് രക്തയോട്ടം പ്രോപ്പർ ആവുകയുള്ളൂ. ഇതിന് ബെസ്റ്റായിട്ടുള്ളൊരു എക്സസൈസ്, ഇഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരം ചുമരോട് ചാരിയിട്ട് 90 ഡിഗ്രി ഈ പിക്കിൽ കാണുന്ന രീതിക്ക് നിങ്ങൾ 90 ഡിഗ്രിയിൽ കാല് മുകളിലോട്ട് കയറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് അതിനുശേഷം മെല്ലെ 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 വേണം, ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ കാല് താഴ്ത്തരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം കാല് താഴ്ത്തി കൊണ്ടുവരാനായിട്ട്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ കാലിലോട്ടുള്ള രക്തയോട്ടം, അതേപോലെ ഹൃദയത്തോട്ട് പോകുന്ന, കാലിൽ നിന്നും പോകുന്ന സിരകളിലെ ആ ബ്ലഡ് ഫ്ലോ ഒക്കെ തന്നെ രക്തയോട്ടം പ്രോപ്പർ ആവാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. രക്തയോട്ടം കൂട്ടാനായിട്ടുള്ള ഭക്ഷണം, അതേപോലെ തന്നെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള, ഈ പൊട്ടാസ്യം കൂടുതലായിട്ടുള്ളത് നേന്ത്രപ്പഴം, പഴം, അതിലൊക്കെ ഈ കറുത്ത ഉള്ളിലെ ചെറിയ ചെറിയ കുരുക്കളുണ്ടല്ലോ, ഇത് പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും. അതേപോലെ വൈറ്റമിൻ കെ അധികം അടങ്ങിയിട്ടുള്ള ചീരകൾ, ഇലക്കറികൾ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. വൈറ്റമിൻ ഇ, സെലീനിയം കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ള നമ്മൾ വിത്ത് ആയിട്ടുള്ളത്, അതായത് പംകിൻ സീഡ്സ്, അതേപോലെ തന്നെ എള്ളിൻ്റെ സെസമേ സീഡ്സ്, ഇതൊക്കെ വളരെ എഫക്റ്റീവാണ്. പിസ്ത, ബാദാം, കാഷ്യൂനട്ട് ഗുഡ് കൊളസ്ട്രോൾ ഉള്ളതുമാണ്. ഇതും വെയിൻസിൻ്റെ ആ ഒരു ഫ്ലോ കൂട്ടാനായിട്ട് സഹായകരമാവും. നമ്മുടെ ഹാർട്ടിൻ്റെ അതേ ഒരു സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നൊക്കെ പറയാം. ഈ കാഫ് മസിൽസ് എന്ന് പറയും, നമ്മുടെ കനങ്കാലിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗമാണ് ഈ പമ്പിങ്. നമ്മുടെ ഹാർട്ട് എങ്ങനെയാണോ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ നടക്കുന്ന ടൈമിലാണ് കൂടുതലായിട്ടും ഈ ഒരു കാഫ് മസിൽസ് എന്ന് പറയുന്ന കനങ്ങളുടെ മുകളിലായിട്ടുള്ള ഈ ഒരു മസിൽസുകൾ ചുരുങ്ങുകയും അതേപോലെ വികസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ രക്തയോട്ടം, സിരകളിൽ നിന്നുള്ള രക്തയോട്ടം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാൽവ് വൺ സൈഡാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ഇല്ല. അപ്പോൾ ചിലർക്ക് ഈ വാൽവുലാർ ഇൻസഫിഷ്യൻസി എന്ന് പറയും, അതായത് ഈ വാൽവിൽ വരുന്ന എന്തെങ്കിലും ഡിഫക്റ്റ്, വാൽവ് എന്തെങ്കിലും പ്രശ്നം വരുന്ന ടൈമിൽ എന്താവുമെന്ന് വെച്ചാൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും ഈ വാൽവ് വീക്കാവുന്നത് കൊണ്ട് അത് സ്പില്ലായിട്ട് തിരിച്ച് ഈ സിരകളിൽ കൂടുതലായിട്ടും ഈ രക്തം ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള അശുദ്ധ രക്തം എന്ന് പറയുന്ന കൂടുതൽ നീലിച്ച് കാണുന്നത് അതുകൊണ്ടാണ്, സ്പൈഡർ വെയിൻസ്. അപ്പോൾ വാൽവുലാർ ഇൻസഫിഷ്യൻസി ഒരു റീസൺ തന്നെയാണ്. പക്ഷേ ഈ കാഫ് മസിൽസിൻ്റെ ഒരു പ്രവർത്തനം, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന, രണ്ടാം ഹൃദയം എന്ന് പറയുന്ന ഈ ഒരു മസിൽസ് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം, പേശികൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നടത്തം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നടക്കുമ്പോഴാണ് ഈ ഒരു പേശികൾ കൂടുതലായിട്ടും ചുരുങ്ങുകയും അതേപോലെ വികസിക്കുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു സിരകളിൽ, അതായത് കാലിൽ നിന്നും ഹൃദയത്തിലോട്ട് പോകുന്ന ആ സിരകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായകരമാവുന്നത്. ഈ വാൽവുലാർ ഇൻസഫിഷ്യൻസി ഉള്ളവർക്ക് കൂടുതലായിട്ടും ഈ വാരിക്കോസ് വെയിൻസ് കണ്ടുവരാറുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ചിലർ വിചാരിക്കും ഭയങ്കര തടിച്ച് അതേപോലെ നീലിച്ച് കാണപ്പെടാറുണ്ട് കാലിൻ്റെ പുറകെ വശത്ത്. അപ്പോൾ ഇത് കാരണം ഇവർക്ക് ക്ലോട്ടിങ് ഉണ്ടാവുമോ എന്ന് സംശയം ഉണ്ടാവും. ചിലർക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവാറില്ല. എന്നാൽ ചെറിയ വെയിൻസ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവും. വാരിക്കോസ് വെയിൻ്റെ ആ ഒരു തടിപ്പും കാര്യങ്ങളും ചൊറിഞ്ഞു പൊട്ടുക അങ്ങനെ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വെരിക്കോസ് വെയിൻ്റെ ആ രക്തയോട്ടം കെട്ടി നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിലർക്ക് ഡയബറ്റിസ്, പ്രമേഹം, അതേപോലെ BP, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇതും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വർദ്ധിക്കും. കാരണം ഡയബറ്റിസ് ഉള്ളവർക്ക് ഒരു മുറി വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഡിലേ ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ചൊറിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് ആവാനുള്ള സാധ്യതകളും ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ ഡയബറ്റിസ്, പ്രമേഹം അല്ലെങ്കിൽ അതേപോലെ തന്നെ രക്തസമ്മർദ്ദം അമിതമായിട്ടുള്ളവർ, ബി.പിക്ക് മരുന്ന് കഴിക്കുന്നവർ, നിങ്ങൾക്ക് വാരിക്കോസ് വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ ആളുകളെക്കാളും കുറച്ചുകൂടെ നിങ്ങൾ കെയർ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ടെസ്റ്റ് വഴിയാണ് ഇപ്പോൾ ചിലർക്ക് എന്താ വെച്ചാൽ ഈ രക്തം കെട്ടിക്കിടക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും. അതായത് ഈ രക്തം ഇവിടെ കെട്ടിക്കിടക്കുന്നു, ഓക്കെ, ചിലർക്കത് ക്ലോട്ടായിട്ട് ഫോം ആവും. ഇതിൻ്റെ ഒരു അപാകത എന്താണെന്ന് വെച്ചാൽ ക്ലോട്ടായിട്ട് ഫോം ആവുന്ന സമയത്ത് ഈ ക്ലോട്ട് എവിടെയെങ്കിലും പോയിട്ട്, ഈ രക്തക്കട്ടകൾ എവിടെയെങ്കിലും പോയിട്ട് അടിഞ്ഞുകൂടും. ഇത് മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അതായത് ഈ ബ്ലഡ് ക്ലോട്ട് ഹാർട്ടിലാണ് പോയി എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ സർക്കുലേഷനെ സാരമായിട്ട് ബാധിക്കും. മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നം വരാനുള്ള കാരണമാവും. അതേപോലെ ബ്രെയിനിലാണ് പോയി എത്തുന്നത് എന്നുണ്ടെങ്കിൽ സെറിബ്രൽ എംബോളിസം, അങ്ങനത്തെ ഒരു കാറ്റഗറി വരും. ഇനി അതല്ല, ശ്വാസകോശത്തിലാണ് ഈ ഒരു രക്തക്കട്ട പോയി അടയുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വാസകോശത്തിനെ സാരമായി തന്നെ ബാധിച്ചേക്കാം. ഇത് മരണത്തിന് കാരണമായേക്കാവുന്ന ഒന്നാണ് ഈ DVT എന്ന് പറയുന്നത്, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡോപ്ലർ സ്റ്റഡി, അതായത് വെയിൻസിലൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. സിരകളിൽ രക്തയോട്ടം എങ്ങനെയുണ്ട്, എവിടെയെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടോ, ക്ലോട്ടുകളുണ്ടോ എന്നുള്ളത് നമുക്കൊരു ഡോപ്ലർ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുവല്ലോ. ആ രക്തക്കട്ട, ബ്ലഡ് ക്ലോട്ട്സ് വേറെ എവിടെയെങ്കിലും പോയി ലോഡ്ജായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അത് എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് വന്നേക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് സ്പൈഡർ വെയിൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ വലിയ വലിയ തടിച്ചിട്ടായിട്ടുള്ള വെയിൻസ് അല്ല, ചെറിയ ചെറിയ സ്പൈഡർ വെയിൻസ് ആയിട്ട് സ്പോട്ടുകളായിട്ടാണ്, നീലിച്ച സ്പോട്ടുകളായിട്ട് അങ്ങനെ കണ്ടുവരും. ഇതും വാരിക്കോസ് വെയിൻ്റെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ആദ്യം ഹിസ്റ്ററി ചോദിക്കുന്ന അവരുടെ പ്രൊഫഷൻ, അവരുടെ വർക്ക് എന്താണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സിറ്റിംഗ് ജോബ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസ് ജോബോ, അല്ലെങ്കിൽ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത, അനക്കം അധികം ഇല്ലാത്ത ജോലികളിൽ ഏർപ്പെടുന്നവർക്കാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്, അതായത് രക്തം കട്ട പിടിക്കാനും അതേപോലെ തന്നെ രക്തത്തിൻ്റെ ആ ഓട്ടം, രക്തയോട്ടത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ വൈറ്റമിൻ കെ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ, വാരിക്കോസ് വെയിൻ ഇംപ്രൂവൈസ് ചെയ്യാനും രക്തയോട്ടം ഇംപ്രൂവ് ആക്കാനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അവക്കാഡോ, നേന്ത്രപ്പഴം, ഇതൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ്. ബീട്രൂട്ട് വളരെയധികം നല്ലതാണ്. ചീരകളിലെല്ലാം തന്നെ വൈറ്റമിൻ കെ അധികം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇളനീരും വളരെയധികം ഇഫക്റ്റീവാണ് ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ നടത്തം ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിവസവും 40 മിനിറ്റ് നേരം നടത്തം ശ്രദ്ധിക്കുക. നേന്ത്രപ്പഴം, ഇതൊക്കെ ഷുഗർ ഇല്ലാത്തവരാണ് എടുക്കേണ്ടത്, കാരണം ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളവരാണ്. തടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള തടി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലദ്വാരത്തിൽ വരുന്ന വേരിക്കോസിൻ്റെ ആ ഒരു വെയിൻ, ആ പ്രശ്നമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വാരിക്കോസ് വെയിൻ നമ്മൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നടത്തം പറയുന്നുണ്ട്, സ്ഥിരമായി നടക്കുന്നവർ, ധാരാളം വെള്ളം കുടിക്കുന്നത്, വെയിറ്റ് പ്രോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്യുക, നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ തന്നെ പൈൽസിന് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. പൈൽസിൻ്റെ ഇതിന് കൂടെ തന്നെ നമുക്ക് സിറ്റ്സ് ബാത്ത് എന്നുള്ള ഒരിതുണ്ട്. ചെറിയൊരു വട്ടപാത്രത്തിൽ അരഭാഗത്തിന് മുകളിൽ ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് ദിവസവും ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൈൽസിൻ്റെ കംപ്ലയിൻസ് ഉള്ളവർക്ക് ആ ഒരു വെയിൻസ് ചുരുങ്ങാനായിട്ട് സഹായകരമാവും. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റ്സ് ബാത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഹെവി ബ്ലീഡിങ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതിനുള്ള ചികിത്സ തേടേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതിനെ നിസ്സാരമാക്കിയിട്ട് വിടരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പൈൽസ് ആണെങ്കിലും അതിൻ്റെ സിവിയർ സ്റ്റേജിലോട്ട് എത്താതെ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വേരിക്കോസ് വെയിൻ അല്ലെങ്കിൽ ഈ സിരകളിലുള്ള ഈ ഒരു സ്പൈഡർ വെയിൻസ്, അതേപോലെ പൈൽസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.